നമുക്ക് മരണാനന്തര ജീവിതമുണ്ടോ? നാം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? ഈ രണ്ട് ചോദ്യങ്ങളോട് താല്പര്യമില്ലാത്ത അധിക ആളുകളും ഉണ്ടാകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റവും ലളിതമായി, ഹ്രസ്വമായി കൈകാര്യം ചെയ്യുന്നത് ഏവർക്കും താല്പര്യമുണ്ടാക്കുന്നതും പ്രയോജനം നൽകുന്നതുമാണ് എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ ഉള്ളടക്കം ഏതാണ്ട് അവ്യക്തമായി പോലും വിഭാവന ചെയ്തിട്ടുള്ളത്. ഏവർക്കും സ്വാഗതം. പല ആളുകളും അവർ എപ്പോഴും അത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എങ്കിൽ പോലും, ഉള്ളിൽ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒളിച്ചു വെച്ച് നടക്കുന്ന ഒരു ചോദ്യമാണ്: മരിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും? മരണാനന്തരം എനിക്ക് എന്തെങ്കിലും ജീവിതമുണ്ടോ? ജീവിതമുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? ഇതിനെപ്പറ്റി ജിജ്ഞാസയില്ലാത്ത എത്ര പേരുണ്ട് എന്നത് സംശയാസ്പദമാണ്. ഏതായാലും നമുക്ക് ഇത് അല്പമൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നാം മരിച്ച ശേഷം സ്വർഗത്തിലാണോ പോകുന്നത് നരകത്തിലാണോ ചെന്ന് പറ്റുന്നത് എന്നത് വേറെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തെ ആസ്പദമാക്കിയാണ്. മരണാനന്തരം നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസ്തിത്വമുണ്ടോ ഇല്ലയോ? മരണാനന്തരം നമുക്ക് അസ്തിത്വമില്ല എങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പ്രധാനമായും നമ്മുടെ ശ്രദ്ധ മരണാനന്തരം, നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടേതെന്ന് പറയാൻ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? നമുക്കറിയാം, വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്: മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങിപ്പോകും. ഈ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടാണ് പുരോഹിതൻ ഒരു ശവം ക്രിസ്ത്യാനികളുടെ ക്രമം അനുസരിച്ച് അടക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് സംശയ അതീതമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ ശരീരം അവൻ്റെ മരണാനന്തരം അവശേഷിക്കുന്നില്ല, അത് മണ്ണായിത്തീരും. മണ്ണായിത്തീർന്ന ശരീരം പിന്നെ എങ്ങനെയാണ് മരണാനന്തരം അവശേഷിക്കുന്നത് എന്നതിനെപ്പറ്റി, അങ്ങനെ മരണാനന്തരം ശാരീരികമായി നിങ്ങൾ എഴുന്നേറ്റ് നടക്കുമെന്ന് പറയുന്ന ആരും തന്നെ എന്തെങ്കിലും അർത്ഥവത്തായ വിശ്വസനീയമായ ഒരു വിശദീകരണവും നാളിതുവരെ നൽകിയിട്ടില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിനെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ദേഷ്യപ്പെട്ട് പ്രതികരിക്കുകയാണ് നാളിതുവരെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു സഭയിലെ മെത്രാനെ കസേരയോടുകൂടെ അടക്കിയപ്പോൾ എന്താണ് എൻ്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ വളരെയധികം കോപത്തോടുകൂടി പ്രതികരിച്ച്, അത് ഞാൻ ഇപ്പോഴും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മധ്യത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണകളില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപമര്യാദയാണ്. അങ്ങനെ ചോദിക്കുന്നവൻ്റെ മണ്ടയടിച്ച് അവനെ നിലത്തോട്ടിരുത്തണം എന്നതിനപ്പുറത്തൊരു ധാരണ നമുക്കില്ല. ഇത് ശോചനീയമാണ്. അതേസമയം തന്നെ ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും വിശ്വാസ പ്രമാണവുമാണ്. മരണാനന്തര ജീവിതം, ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിൽ നിന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഞായറാഴ്ച തോറും നാം തത്വ ചൊല്ലുന്ന പോലെ ഉരുവിടാറുണ്ട്. പക്ഷേ അത് സംബന്ധമായ അർത്ഥം എന്താണ്, അങ്ങനെ പറയുന്നതിൻ്റെ പ്രതീക്ഷ എന്താണ്, എൻ്റെ യുക്തി എന്താണ്, ഏത് ആധാരത്തിലാണ് ഇത് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കാറില്ല, ആരും നമ്മെ ഉത്ബോധിപ്പിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് അവ്യക്തമായി പോലും യാതൊരു ധാരണയുമില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അതിൽ താല്പര്യമുണ്ട്. ഇത് വളരെ വിചിത്രമായൊരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ എനിക്ക് ഈ വിഷയത്തെപ്പറ്റി നാളിതുവരെ മനനം ചെയ്തതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ ലളിതമായൊരാശയം മാത്രം ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. അപ്പോൾ ആദ്യമായി ഞാൻ മനസ്സിലാക്കിയത്, ശരീരം അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ ശരീരം ഈ ഭൂമിയുടെ മണ്ണ് കൊണ്ട് മെടഞ്ഞു. അപ്പോൾ അതിൽ ജീവനില്ലായിരുന്നു. അപ്പോൾ
അനശ്വരമായ ഒന്നും ഈ ശരീരത്തിലില്ല എന്ന വ്യക്തമായ വെളിപ്പെടുത്തൽ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകം, അതായത് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. എന്നിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് നാം മറ്റ് ഏതൊക്കെയോ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അത് പോട്ടെ, ഞാനത് തൽക്കാലം അതങ്ങ് വിടുകയാണ്. അപ്പോൾ ഇത്രമാത്രം നമുക്ക് വ്യക്തമായ മനസ്സിൽ സംഗ്രഹിക്കാം. ശരീരം അനശ്വരമല്ല, ശരീരം നശ്വരമാണ്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് സ്വർഗത്തിൽ പോകാം, ഈ ശരീരം കൊണ്ട് മരണാനന്തരം എഴുന്നേറ്റ് നടക്കാം എന്ന് ദയവായി ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആരും, അത്ര വലിയ മണ്ടത്തരം കൊണ്ട് നടക്കുന്ന ആരും ഈ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതിൻ്റെ ഒരു ആശ്വാസവും അഭിമാനവുമാണ്. അപ്പോൾ അത് വ്യക്തമാണ്. മരണാനന്തരം നാം ഈ ശരീരം കൊണ്ട് നടക്കാറില്ല, അത് മണ്ണിനോട് ചേരും. അതങ്ങനെ വ്യക്തമാണ്. പിന്നെ എന്തിനെ പറ്റിയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്? നമുക്കറിയാം, നമ്മുടെ 3 ഘടകങ്ങൾ: ശരീരം, മനസ്സ്, ആത്മാവ്. മനസ്സ് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതും മരണം കൊണ്ട് തീർച്ചയായും അവസാനിക്കുന്നതാണ്. പിന്നെ അവശേഷിക്കുന്ന ആത്മാവ് മാത്രമാണ്. നാം എല്ലാവരും ഒന്നുപോലെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് മനുഷ്യൻ്റെ അനശ്വരമായ അംശം അവൻ്റെ ആത്മാവാണ്. ആത്മാവ് അമർത്യമാണ്, ആത്മാവ് മരിക്കുന്നില്ല. ഈ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താൻ സാധ്യമാകുകയുള്ളൂ. ഇത്രമാത്രം. ഇത് വളരെ സ്പഷ്ടമാണ്, ലളിതമാണ്. ഇതിനകത്ത് തലച്ചോറ് പുകയേണ്ട യാതൊരു കാര്യവും ഇതുവരെയില്ല. ഇനിയും എനിക്ക് പറയാനുള്ളത്, നമുക്ക് മരണാനന്തര ജീവിതത്തെപ്പറ്റി ഏതെങ്കിലും വിധത്തിലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തണമെങ്കിൽ അതിൻ്റെ ഏക ആധാരം ആത്മാവ് മാത്രമാണ്. കാരണം നാം ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായി വെളിപ്പെട്ട് വന്നിട്ടുള്ളത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലെ 3 ഘടകങ്ങളിൽ അനശ്വരമായത് ശരീരമല്ല, മനസ്സുമല്ല, ആത്മാവ് മാത്രമാണ്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെപ്പറ്റി നമുക്ക് ഏതെങ്കിലും വിധത്തിൽ സത്യസന്ധമായൊരു പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ, ആ ഒരു സാധ്യതയിൽ വിശ്വാസം അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവ് എന്ന ഘടകം, നാം ആത്മാവാകുന്നു. ഇപ്പോൾ യേശു ശമര്യക്കാരി സ്ത്രീയോടൊരു സംഭാഷണത്തിൽ പറയുന്നത് ദൈവം ആത്മാവാകുന്നു. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, യേശു അത് ഇപ്രകാരം പറഞ്ഞില്ല എങ്കിലും യേശുവിൻ്റെ പഠിപ്പീരുകളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ ദർശനത്തിൽ ഇത് തീർച്ചയായും അന്വർത്ഥമാണ്. ദൈവം ആത്മാവാകുന്നു, അതുപോലെ നാമും ആത്മാവാകുന്നു. നാം ഓരോരുത്തരും ആത്മാവാകുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ മരണാനന്തരം എന്തെങ്കിലും ഒരു സാധ്യത മനുഷ്യർക്ക് അവശേഷിക്കുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ സത്യം. അത്രയും വ്യക്തമാണ്. ഇതിൽ വിവാദമുണ്ടാകുവാൻ വഴിയില്ല ഞാൻ കരുതുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുമാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നത്. നമുക്ക് നിത്യതയ്ക്ക് അവകാശമുണ്ടോ, യോഗ്യതയുണ്ടോ എന്നതിൻ്റെ ഏക അടിസ്ഥാനം നാം മരണത്തിന് മുൻപുള്ള ജീവിതത്തിൽ, ജനിച്ചപ്പോൾ തൊട്ട് മരണം വരെയുള്ള ഈ കാലഘട്ടത്തിൽ, അത് 40 വർഷമായിരിക്കും, 50 വർഷമായിരിക്കും, 60 വർഷമായിരിക്കും, 70 വർഷമായിരിക്കും, 80 ആയിരിക്കും, അല്ല 100 ആയിരിക്കും എന്ന് വിചാരിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നാം നയിച്ച ജീവിതത്തിൽ ആത്മാവിന് ഏത് അവസരമാണ് നൽകിയിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ ആത്മാവിന് സ്വാധീനം ചെലുത്തുവാൻ, ആത്മാവിന് തന്നെ പ്രകടിപ്പിക്കുവാൻ, ആത്മാവ് അതിൻ്റെ ആധികാരികതയിൽ നമ്മിൽ കൂടെ സ്വയം വെളിപ്പെടുത്തുവാൻ നാം എപ്രകാരം, ഏത് വിധത്തിൽ, ഏത് തോതിൽ അവസരവും അനുവാദവും നൽകിയിട്ടുണ്ട്? അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പറഞ്ഞാൽ,
നാം ജനനത്തിനും മരണത്തിനും മധ്യേ നയിക്കുന്ന ഈ ജീവിതത്തിൽ ആത്മാവിനെ പ്രവർത്തിക്കുവാനുള്ള നാം ഓരോരുത്തരും ആത്മാവാണ് എന്ന പരമമായ സത്യം. ശരീരമല്ല, മനസ്സല്ല, നാം ആത്യന്തികമായ ആത്മാവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നാം ആധികാരികമായി പ്രവർത്തിക്കുമ്പോൾ നാം പ്രവർത്തിക്കേണ്ടത് ശരീരത്തിനെ കേന്ദ്രീകരിച്ചല്ല, മനസ്സിനെ കേന്ദ്രീകരിച്ചുമല്ല, പിന്നെയോ ആത്മാവിനെ കേന്ദ്രീകരിച്ചായിരിക്കണം. അങ്ങനെ ആത്മാവിനെ കേന്ദ്രീകരിച്ച് മരണത്തിന് മുൻപ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ, ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണാനന്തരം തനിക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് സത്യസന്ധമായി വിശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ ജീവിച്ചിരുന്നപ്പോൾ ശരീരത്തിൻ്റെ പ്രവണതകൾ മാത്രം അനുസരിച്ച് പ്രവർത്തിച്ചു, അതിൽ കുറച്ചുകൂടി ഉന്നതമായി പറഞ്ഞാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും താല്പര്യങ്ങളും പ്രേരണകളും അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചു, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് താൻ ആത്മാവ് കൂടെയാണ്, താൻ ആത്മാവാണ്, അതുകൊണ്ട് മരണം തന്നെ പൂർണ്ണമായി കീഴടക്കുന്നില്ല, മരണം തൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പല്ല എന്ന് വിശ്വസിക്കുവാൻ സാധ്യമല്ല, ഒരു വിധത്തിലും സാധ്യമല്ല. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയണമെങ്കിൽ മരണത്തിന് മുൻപ് നമ്മുടെ ജീവിതത്തെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ, അറിവിൽ, നമ്മുടെ പ്രവർത്തന രീതികളിൽ മുഖ്യമായ സ്വാധീനം ആത്മാവിൻ്റേതായിരിക്കണം. എങ്കിൽ മാത്രമേ സത്യസന്ധമായി മരണാനന്തര സാധ്യതകളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. രണ്ടാമത്, ആത്മാവിന് മുഖ്യമായ കർത്തൃത്വം കൽപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ സ്വഭാവ ഗുണങ്ങളെ പ്രകടിപ്പിക്കുമാറ് ജീവിതത്തെ ക്രമീകരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. നമുക്കറിയാം, ആധ്യാത്മിക മൂല്യങ്ങൾ, സാർവലൗകിക പ്രസക്തിയുള്ള ആധ്യാത്മിക മൂല്യങ്ങൾ, അതായത് സ്നേഹം, കരുണ, സത്യം, നീതി, കരുതൽ, ഇവയൊക്കെയും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവമോ അവൻ്റെ മനസ്സിൻ്റെ സ്വഭാവമോ അല്ല. ഇവയെല്ലാം ആത്മാവിൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ ആത്മാവാകുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? മനുഷ്യനെ മറ്റ് മൃഗങ്ങളെക്കാൾ നീതിയോടും സത്യത്തോടും കരുണയോടും കരുതലിനോടും ആന്തരികമായ വളരെ ആഴമുള്ള ഒരു പ്രതിപത്തി, ഒരു ബന്ധം ഉണ്ട് എന്നതാണ്. എന്നാൽ ആത്മാവിൻ്റെ ഈ അടിസ്ഥാന മർമ്മങ്ങളെ, അഭിരുചികളെ, താല്പര്യങ്ങളെ, അതിൻ്റേതായ സ്വഭാവങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രകടിപ്പിക്കുവാൻ കൂട്ടാക്കാതെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാത്രം പ്രേരണയിൽ ജീവിക്കുന്നൊരു വ്യക്തിക്ക് അവന് മരണാനന്തര ജീവിതമുണ്ട് എന്നും ആ മരണാനന്തര ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും ഒരു വിധത്തിലും വിശ്വസിക്കുവാൻ സാധ്യമേ അല്ല. ഇതിൻ്റെ പച്ച പരമാർത്ഥമാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തോന്നിയാസമൊക്കെ ജീവിച്ചിട്ട് അവസാനം ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാകുമ്പോൾ അങ്കലാപ്പിലേക്കായി മരണശേഷം എനിക്ക് എന്തായിത്തീരുമെന്ന് ആളുകൾ ഭയത്തോടെ പരതി നടക്കുന്നത്. അവരങ്ങനെ അങ്കലാപ്പിലാകാൻ കാര്യം മരണാനന്തരം എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കുവാൻ യാതൊരു അടിസ്ഥാനവും അവരുടെ ജീവിതത്തിൽ, അവർ തന്നെ നയിച്ച ജീവിതത്തിൻ്റെ വെളിച്ചത്തിലില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടാകണം. മരണാനന്തര ജീവിതത്തെപ്പറ്റി നമുക്ക് അല്പമെങ്കിലും വിശ്വാസമോ പ്രത്യാശയോ ഉണ്ടാകണമെങ്കിൽ നശ്വരമായ ആത്മാവിൻ്റെ തനതായ സ്വഭാവത്തെ മരണത്തിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിലും പ്രതികരണത്തിലും
ഏറ്റവും ആധികാരികമായി പ്രകടിപ്പിക്കുവാൻ നാം കൂട്ടാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതമുണ്ട് എന്നും, അങ്ങനെ മരണാനന്തര ജീവിതം യഥാർത്ഥത്തിലുണ്ട് എങ്കിൽ പിന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ സ്വർഗമാണോ നരകമാണോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. മരണം എൻ്റെ ഫുൾ സ്റ്റോപ്പാണ്, അതിനുശേഷം ഒന്നുമില്ല, നിത്യശൂന്യതയാണ് എന്നൊരവസ്ഥയിലാണെങ്കിൽ പിന്നെ സ്വർഗവും നരകവും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ മനുഷ്യനൊരു ആത്മാവായതുകൊണ്ട് മാത്രമാണ് മരണാനന്തര സാധ്യതകളുണ്ട് എന്നും, ആ സാധ്യതകൾ പ്രധാനമായും രണ്ടാണെന്നും, ഒന്ന് നരകം, ഒന്ന് സ്വർഗം. ഇത് അവകാശമാകത്തക്കവണ്ണം അതിൻ്റെ യോഗ്യത പ്രാപിക്കേണ്ടത്, യോഗ്യത സ്ഥിരീകരിക്കേണ്ടത് ഇഹലോക ജീവിതത്തിൽ കൂടെയാണ് എന്നും ആത്മീയമായി പഠിപ്പിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എത്ര നാൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാലും, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാലും, മറുഭാഷയിൽ പ്രാർത്ഥിച്ചാലും പാടിയാലും, എന്തൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താലും, എത്ര സഭാഭക്തി കാണിച്ചാലും, എത്ര പുരോഹിതന്മാരെ ഊട്ടിയാലും ഒരു പ്രയോജനവുമില്ല. ഇതെല്ലാം അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു വലിയ ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തമായ ധാരണ നിങ്ങളോട് പങ്കിടുന്നത് ഉചിതമാണ് എന്ന തീരുമാനത്തിൽ ഞാൻ എത്തുവാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ ആ ഹ്രസ്വമായ ലളിതമായ കടമ നിർവഹിച്ചു എന്നതുകൊണ്ട് ഇനി അധികം ദീർഘിപ്പിക്കാതെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇങ്ങനെയുള്ള അന്വേഷണ തീർത്ഥയാത്രകളിൽ എന്നോട് കൂടെ സഞ്ചരിക്കുന്ന സഹയാത്രികരായ ഏവരോടുമുള്ള എൻ്റെ സന്തോഷവും നന്ദിയും ആത്മാവിൻ്റെ ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഏവരോടും തൽക്കാലം വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.